അതിമൊന്നും ചുരണ്ടി കളയാം കേട്ടോ കുറേ. പക്ഷെ ഫുള്ള് ബ്ലാക്കുള്ള സാധനം കിട്ടും. അത് ഓരോ ടൈമാണ്. നമുക്ക് ഈ മരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് നോർമലായിട്ട് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിങ്ങനെ ചുരണ്ടുമ്പോൾ കണ്ടാണ് അവിടെ ബ്ലാക്ക് വന്നില്ലേ. ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മണിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരും. മരം കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ പുറത്തുള്ള വൈറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ എത്തിച്ചതിന് ശേഷം പിന്നെ ഇത് മൂന്നാമത്തെ പ്രൊസീജിയറാണ് ഈ മരത്തുമ്മൽ. പിന്നെ നാലാമത്തെ പ്രൊസീജിയർ ഈ ഒരു സംഭവം ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ പ്രൊസീജിയർ. ഇതൊരു അഞ്ചാമത്തെ പ്രൊസീജിയറാണ്. ഇനി 6, 7 വരാറുണ്ട്. ഫെവിക്കോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഏതെങ്കിലും ബ്ലാക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലാക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്ക്. അതായത് അവിടെ കട്ടായില്ല ആ ബ്ലാക്ക് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. വൈറ്റ് മാത്രമല്ല ഒഴിവാക്കണ്ടുള്ളൂ. ബ്ലാക്ക് ഗോൾഡാണ്, ബ്ലാക്ക് ഗോൾഡ്. ഈ ഒരു മുട്ടി കണ്ടില്ലേ, ഈ മുട്ടി എങ്ങനെയൊക്കെയാണ് ബ്ലാക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ബ്ലാക്ക് പോയ ഏരിയ മൊത്തം ഇങ്ങനെ ഏകദേശം റൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. എങ്ങനെയൊക്കെയാണ് ഈ ബ്ലാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒറ്റടിക്ക് കണ്ടാലൊന്നും മനസ്സിലാവണില്ല കേട്ടോ, കണ്ടില്ലേ. പക്ഷേ ഈ വൈറ്റ് ഉള്ളിൽ നിന്നൊക്കെ ചുരണ്ടി എടുത്തേക്കണം കേട്ടോ. കാണി ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ വൈറ്റ് ചുരണ്ടി എടുത്ത് റൂട്ടാക്കി എടുത്തേക്കണേ. ഇനി ഇതിങ്ങനെ ക്ലിയർ ആക്കി ബ്ലാക്ക് മാത്രം എടുക്കണം കേട്ടോ. ഇത് കണ്ടാണ് ഇതിൻ്റെ റൂട്ട് പോണ ഏരിയയാണ് ഈ കാണുന്ന ഈ ഒരു ചെതൽ പിടിച്ച പോലത്തെ ഈ സംഭവം കേട്ടോ. പക്ഷേ ഈ ചെതൽ പിടിച്ച പോലത്തെ ഈ സംഭവമാണ് ഇതിൻ്റെ ഒറിജിനൽ കാതൽ. ഇതിൻ്റെ ഈ ബ്ലാക്കുമെന്ന് ഊത് അങ്ങനെ ഓയിലാക്കി വേർതിരിച്ചെടുക്കലൊന്നുമില്ല. ഊതിൻ്റെ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് മെഡിസിൻ്റെ പർപ്പസിന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഊതുമരത്തെ അത് പിന്നെ അതേമാതിരത്തെ ഈ പൊടികളില്ലേ, ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രൊസീജിയറിൽ വരുന്ന ഈ പൊടികൾ, പിന്നെ അതേമാതിരി ഈ ചീളുമ്മ ഇതേമാതിരി ബ്ലാക്ക് കളർ വരും ഇതിൻ്റെ ഈ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടോ. ഈ വൈറ്റൊന്നും ഇതിന് ഉപയോഗിക്കൂലേ, ഇവിടെ ഉപയോഗിക്കില്ല. പക്ഷേ ഇത് 3rd ക്വാളിറ്റി ഓയിലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ചിപ്സാണിത്. ഇതിമൊന്ന് ഫസ്റ്റായിട്ട് ചുരണ്ടെടുക്കൂലേ, അതൊക്കെ ഇപ്പോൾ 3rd ക്വാളിറ്റി ഓയിൽ ഊതിൻ്റെ കിട്ടാൻ ചാൻസ് ഉള്ള സാധനമാണ്. കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടില്ലെങ്കിലും 3rd ക്വാളിറ്റി ഓയിൽ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ നീരാവി എടുത്തിട്ട് ആ നീരാവിൻ്റെ മേലെയാണ് ഓയിൽ വന്നെടുക്കുക. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് വേണം ഓയിൽ വേർതിരിക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളം ഒന്നും കൂടിയും നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ട് നീക്കാനായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാണ് ഇപ്പോൾ ഓട്ടാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ കറക്റ്റ് ബ്ലാക്ക് പോണ സ്ഥലം മൊത്തം നോക്കി കണ്ട് ചെയ്യണം. വലിയൊരു മുട്ടിമെന്ന് ചിലപ്പം കണ്ടാണ് ഈ ഒരു പീസൊക്കെ കിട്ടുള്ളൂ. ഇത്ര വലിയ മുട്ടികളൊക്കെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെത്തി കൂർമിച്ച് ഉണ്ടാക്കി വന്നിട്ട് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു പീസ കിട്ടുക. ഇത് ഇനിയും ചുരണ്ടി കളഞ്ഞാൽ ഇതേമാതിരത്തെ ചെറിയ പീസൊക്കെയാണ് കിട്ടുക. ഇത് ഇനിയും വൃത്തിയാക്കാണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രങ്ങോളം പണിയുണ്ട് എന്നുള്ളത്. ഈ പണിക്കാണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്. അല്ലാതെ ഇതിൻ്റെ മരം അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലത്തെ റേറ്റ് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. നല്ല പണിയുണ്ട്. മരം മുറിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് വേണം അത് മുറിച്ചെടുത്ത സാധനം പിന്നെ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തണം കേട്ടോ. കണ്ടില്ലേ?